ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ്. ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് റോളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പിൽ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പോലും ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 3 പൊടികളെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കന് വേവിച്ചുടച്ചതാണ്. ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് പാനിലിട്ടൊന്ന് മിക്സാക്കിയിട്ട് എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോളിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് റോൾ റെഡിയാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് 2 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാൻ 2 വിധം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് അത്യാവശ്യം ഒരു പൊട്ടുന്ന ടൈപ്പ് ബ്രെഡായിരുന്നു കേട്ടോ. നിങ്ങൾ നല്ല ബ്രെഡ് നോക്കിയിട്ട് വാങ്ങാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അരികെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വേണ്ടാന്നുള്ളവർക്ക് കട്ട് ചെയ്യാൻ, ഞാൻ ജസ്റ്റ് വെറുതെ അരികെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് മടക്കിയെടുത്തു. ഇനി ഇത് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ഈസിയാണല്ലോ. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് പാനിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് റോൾ റെഡി ആയിട്ടോ. ഇനി രണ്ടാമത്തെ വിധം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് കുറച്ചും കൂടി നല്ലതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റിയെടുത്താൽ ബ്രെഡ് നല്ല സോഫ്റ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കാനൊക്കെ കഴിയുന്നുണ്ട്. വെള്ളമാക്കുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ആവി കയറ്റി എടുത്തേക്കാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ആവി കയറ്റിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി എഗ്ഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മൈദയും വെള്ളം കൂടി കലക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്താൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താലും മതി. പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം റെഡി ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് റോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. സിമ്പിളാണ് ഉണ്ടാക്കാനും, അധികം പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ.